അങ്ങനെ ഇവരെല്ലാവരും കാത്തിരുന്ന് ഒടുവിൽ അതും വരുന്നു. ഇന്ന ദിവസം ബാംഗ്ലൂർ കലാസിപ്പാളയത്തുള്ള നന്ദിനി മിൽക്ക് പാർലറിൻ്റെ അടുത്ത് വരണം, ഞാൻ സ്വർണവും കൊണ്ടുവരും, എനിക്ക് പണം പകരമായിട്ട് തരണം. ഇതായിരുന്നു കൃഷ്ണമൂർത്തിയുടെ കോൾ. ഇത്രയും ആയതോടെ അന്വേഷണ സംഘത്തിൻ്റെ നെഞ്ചെടുപ്പ് രണ്ടിരട്ടിയാവുന്നു. മോഷ്ടാവിനെ പിടികൂടാനുള്ള അത്യപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് അവരുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ഇവനെ പിടിക്കാൻ വേണ്ടി ഹനീഫയുടെ കൂടെ ആളെ വിടണം. എന്തെങ്കിലും ഒരു പിടിപ്പുകേടുണ്ടായി കൃഷ്ണമൂർത്തി പിടിയിൽ നിന്ന് വഴുതി മാറുകയാണെങ്കിൽ പിന്നെ ഈ ജന്മത്ത് അവന് പിടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് ഹനീഫയുടെ കൂടെ പബ്ലിക്കായിട്ട് 4 പേരെ വേഷം മാറ്റി വിടാൻ വിക്രമൻ സാർ തീരുമാനിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ, മറ്റൊരാൾ സന്യാസിയുടെ രൂപത്തിൽ, 2 പോലീസുകാർ ഒരു പഠാണി ദമ്പതിമാരുടെ രൂപത്തിൽ, ഭർത്താവ് ഒരു പഠാണി ഡ്രസ്സിലും ഭാര്യ മുഖം വരെ മറച്ചിട്ടുള്ള ഒരു പർദ്ദ ധരിച്ചുകൊണ്ടും. അങ്ങനെ ഈ പറഞ്ഞ ദിവസം അവർ ടൂറിസ്റ്റ് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർക്ക് വെച്ച് പിടിക്കുന്നു. ഹനീഫയുടെ കയ്യിൽ ഇവർ പണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കടലാസ് നോട്ടുകൾ നിറച്ചിട്ടുള്ള ഒരു എയർ ബാഗ് കൊടുത്തിരുന്നു. ഇങ്ങനെ വേഷമൊക്കെ മാറി നേരെ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ ആദ്യമായിട്ട് ആക്ഷൻ നടത്തുകയാണെങ്കിൽ അത് പാളാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ട് ഇവർ തലശ്ശേരി ടൗണിൻ്റെ നടുക്ക് പലവട്ടം ഈ വേഷമൊക്കെ മാറി റിഹേഴ്സൽ വരെ നടത്തിയിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. കലാസിപ്പാളയത്ത് എത്തിയതും ഹനീഫയുടെ പരിസരത്തായിട്ട് ഈ വേഷം മാറിയ 4 പോലീസുകാർ നിലയുറപ്പിക്കുന്നു. ആ ഒരു ചക്രവ്യൂഹത്തിലേക്ക് ഇതൊന്നും അറിയാതെ കൃഷ്ണമൂർത്തി നടന്നു കയറുന്നു. ഇങ്ങനെ കൃഷ്ണമൂർത്തി ഈ മിൽക്ക് പാർലറിൻ്റെ അടുത്ത് വെച്ച് ഹനീഫയുടെ അടുത്തേക്ക് എത്തി അയാളുമായിട്ട് പരിചയം നടിച്ചതും ഈ സ്വർണം കൈമാറാൻ ശ്രമിച്ചതും തൊട്ടടുത്ത് തന്നെ നിൽക്കുകയായിരുന്ന പർദ്ദാധാരിയായിട്ടുള്ള സ്ത്രീ, അതായത് വേഷം മാറിയ പോലീസുകാരൻ, ഇയാളുടെ പിന്നിൽ നിന്ന് കൃഷ്ണമൂർത്തിയെ പൂണ്ടടക്കം കെട്ടിപ്പിടിക്കുന്നു. ഇതേ സമയത്ത് തന്നെ മറുവശത്ത് നിൽക്കുകയായിരുന്ന ആ ഭർത്താവിൻ്റെ വേഷത്തിലുള്ള പോലീസുകാരനും അയാളെ വട്ടം പിടിക്കുന്നു. ഇതിന് പുറമെ ഓട്ടോറിക്ഷ ഡ്രൈവറും സന്യാസിയും കൂടി വളഞ്ഞു പിടിച്ചതോടെ താൻ കുടുങ്ങിയെന്ന് കൃഷ്ണമൂർത്തിക്ക് മനസ്സിലാവുന്നു.